So the first topic from module 1 is diversion headwork. Diversion headwork. എന്താണ് diversion headwork എന്ന് നോക്കാം. The works which are constructed at the head of canal in order to divert the river water towards the canal so as to ensure a regulated continuous supply of silt-free water with a certain minimum head into the canal are known as diversion headwork. പേര് പോലെ തന്നെ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനും സഫീഷ്യന്റ് ഹെഡ് കൊടുക്കാനും അതാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. സോ ഐ റിപ്പീറ്റ് വൺസ് മോർ. ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ആർ ദോസ് വർക്ക്സ് which are constructed at the head of the canal. ഇത് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? കനാലിന്റെ ഹെഡിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്നു? In order to divert river water towards the canal. റിവറിലുള്ള വെള്ളത്തിനെ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യണം. സോ ഡൈവേർഷൻ എന്നുള്ള വേർഡ് അവിടെ വന്നു കഴിഞ്ഞു. അതായത് ടു ഡൈവേർട്ട് റിവർ വാട്ടർ ടുവേർഡ്സ് ദ കനാൽ സോ ആസ് ടു എൻഷുർ റെഗുലേറ്റഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ്. എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? റെഗുലേറ്റഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സിൽറ്റ് ഫ്രീ വാട്ടർ. സിൽറ്റ് ഇല്ലാത്ത വെള്ളം. റെഗുലേറ്റഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ്. റെഗുലേറ്റ് ചെയ്യണം, കണ്ടിന്യൂസ് സപ്ലൈ ആയിരിക്കണം. വരുന്ന വാട്ടറിൽ എന്തായ പാടില്ല? സിൽറ്റും പാടില്ല. സിൽറ്റ് ഫ്രീ വാട്ടർ വിത്ത് എ സർട്ടൻ മിനിമം ഹെഡ് ഇൻ ടു ദ കനാൽ. ഒരു പർട്ടിക്കുലർ ഹെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ മിനിമം ഹെഡും കൂടെ ഉണ്ടായിരിക്കണം വരുന്ന വെള്ളത്തിന്. ഇൻ ടു ദ കനാൽ ആർ നോൺ ആസ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. The works which are constructed at the head of the canal in order to divert the river water towards the canal so as to ensure regulated continuous supply of silt-free water with a certain minimum head into the canal. So നിങ്ങൾ ഈ ഫിഗർ അറിഞ്ഞിരിക്കണം, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ ഓരോ കമ്പോണൻസും അതിന്റെ പർപ്പസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. So diversion head work എന്ന് പറഞ്ഞാൽ എന്താണ്? With works which are constructed at the head of canal. Constructed at head of കനാലിന്റെ ഹെഡിൽ റിവർ വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. കൺസ്ട്രക്റ്റഡ് അറ്റ് ദ ഹെഡ് ഓഫ് കനാൽ ടു എൻഷുർ to divert river water into the canal. To divert river water into the canal to ensure എന്തൊക്കെ എൻഷുർ ചെയ്യണം? regulated continuous silt free supply. റെഗുലേറ്റഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, സിൽറ്റ് ഫ്രീ സപ്ലൈ ആയിരിക്കണം വിത്ത് മിനിമം ഹെഡ്. അപ്പൊ ഒന്നും കൂടെ പറയാം. വർക്ക്സ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ ഹെഡ് ഓഫ് കനാൽ to divert river water into the canal so as to ensure regulated continuous supply of silt free water with minimum head into the canal. With minimum head into canal. So ഇതാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. അതിന്റെ ലേ ഔട്ട് ആണ് ഈ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. സോ ഇതിൽ എന്തെല്ലാം കമ്പോണൻസ് ഉണ്ട്? ഒരു വിയർ ഉണ്ട്, ഡിവൈഡ് വാൾ ഉണ്ട്, പിന്നെ ഫിഷ് ലാഡർ ഉണ്ട്, കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്, സ്കൗറിംഗ് സ്ലൂയിസസ് ഓർ അണ്ടർ സ്ലൂയിസസ് ഉണ്ട്, പിന്നെ റിവർ ട്രെയിനിങ് വർക്ക്സും ഉണ്ട്. Now let us see each of the components one by one. First is weir. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? എഫ്എമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വിയർ ഇസ് എ ഫ്ലോ മെഷറിംഗ് ഡിവൈസ്. ഇവിടെ നമ്മൾ എന്തിനാണ് വിയർ യൂസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ WRലും വിയർ ആൻഡ് ബാരേജിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ആ വിയർ ആണ് ഈ പറയുന്ന വിയർ. So the weir is a solid obstruction put across the river to raise its water level and divert the water into the canal. Weir എന്ന് പറഞ്ഞാൽ എന്താണ്? It is a solid obstruction. Weir is a solid obstruction
Put across the river. എവിടെയാണ് വെക്കുന്നത്? It is put across the river. Put across the river to raise water level. To raise water level and divert into canal. So weir എന്ന് പറയുന്നത് ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് which is put across the river. റിവറിന് അക്രോസ് ആയിട്ട് വെക്കുന്ന ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ. എന്തിനാണ് weir വെക്കുന്നത്? വാട്ടർ ലെവലിനെ റേസ് ചെയ്ത് കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യണം. വാട്ടർ ലെവലിനെ റേസ് ചെയ്ത് കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി റിവറിന് അക്രോസ് ആയിട്ട് വെക്കുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ, അതാണ് weir. So it is the major part of ponding of water is achieved by a raised crest and smaller part of it is achieved by shutter. ഇതിനകത്ത് പോണ്ടിങ് ഓഫ് വാട്ടർ, അതായത് വെള്ളം നമുക്ക് കെട്ടി നിർത്തണം. സോ പോണ്ടിങ് ഓഫ് വാട്ടർ രണ്ട് വിധമുണ്ട്. അതിന്റെ മേജർ പോർഷൻ ഓഫ് പോണ്ടിങ് എന്ന് പറയുന്നത് റേസ്ഡ് ക്രസ്റ്റിന്റെ സഹായത്താലും പിന്നെ വരുന്നത് ഷട്ടേഴ്സ് വെച്ചിട്ട്. വാട്ടർ റേസ് ചെയ്ത് ഷട്ടർ അടച്ചു വെക്കുകയാണെങ്കിൽ വാട്ടർ ഇങ്ങനെ പൊങ്ങി നിൽക്കും. സോ മേജർ പോണ്ടിങ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേസ്ഡ് ക്രസ്റ്റ്. റേസ്ഡ് ക്രസ്റ്റ് ആകുമ്പോൾ അത്രയും വാട്ടറിനെ നമുക്ക് പോണ്ട് ചെയ്യാം. പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തണം. So weir is a solid obstruction which is put across the river to raise water level. So to raise the water level so as to divert into canal. Here ponding of water occurs mainly due to the raised crest and smaller part of it is achieved by shutters. അപ്പോൾ raised crest കാരണമാണ് മേജർ പോണ്ടിങ് ഓഫ് വാട്ടർ സംഭവിക്കുന്നത് വിയറില്. ബാക്കിയുള്ള കുറച്ച് പോർഷൻ ഷട്ടറിന്റെ ഉപയോഗത്തോടെ നടക്കും. So this is about weir. Now the next component in a diversion headwork is divide wall. Next component is divide wall. Next is divide wall. Divide wall എന്താണ് നോക്കാം. ഈ കാണുന്നതാണ് divide wall. Divide wall is an embankment protected on all sides by stones or concrete blocks. Divide wall എന്ന് പറയുന്നത് it is an embankment protected on all sides by stones or concrete blocks. By stones or concrete blocks. Stones or concrete blocks ഉപയോഗിച്ച് എല്ലാ സൈഡും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു എംബാങ്ക്മെന്റ്, അതാണ് ഡിവൈഡ് വാൾ. ഇനി ഡിവൈഡ് വാൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു? ഇറ്റ് ഈസ് ബിൽഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ആക്സിസ് ഓഫ് വിയർ. ഇറ്റ് ഈസ് built at right angles to river axis. റിവറിന്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾസിലാണ് ഡിവൈഡ് വാൾ വെച്ചേക്കുന്നത്. സെപ്പറേറ്റിംഗ് വിയർ ആൻഡ് അണ്ടർ സ്ലൂയിസ് ആൻഡ് ഇറ്റ് സെപ്പറേറ്റ്സ് വിയർ ആൻഡ് അണ്ടർ സ്ലൂയിസ്. അണ്ടർ സ്ലൂയിസിനെ വിയറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് റിവറിന്റെ ആക്സിസിന് റൈറ്റ് ആംഗിളിലാണ് എന്ത് വെച്ചേക്കുന്നത്? ഡിവൈഡ് വാൾ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഡിവൈഡ് വാളിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിവൈഡ് വാളിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് separates the floor of under sluice which is lower than that of main weir. Separates floor of under sluice.
അണ്ടർസ് ലൂയിസിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് വിയറിന്റെ ഫ്ലോറിലും താഴെയാണ്. സോ ഈ അണ്ടർസ് ലൂയിസിന്റെ ഫ്ലോറിനെ ഡിവൈഡ് വാൾ സെപ്പറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഫംഗ്ഷൻ is it helps in concentrating scouring action of Anders Lewis's for washing out silt deposited in the pockets by ensuring a straight approach through the pockets. എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ? helps in concentrating scouring action of Anders Lewis. Anders Lewisന്റെ സ്കൗറിംഗ് ആക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഡിവൈഡ് വാൾ സഹായിക്കുന്നു. എങ്ങനെ? ഫോർ വാഷിംഗ് ഔട്ട് സിൽറ്റ് എന്തിനാണ് സ്കൗറിംഗ് അവിടെ? ഫോർ വാഷിംഗ് ഔട്ട് സിൽറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ പോക്കറ്റ്. സ്കൗറിംഗ് ലൂയിസിലെ പോക്കറ്റിലെ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് വാഷ് ചെയ്ത് കളയണം. സോ അതിന് വേണ്ടിയുള്ള സ്കൗറിംഗ് ആക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡിവൈഡ് വാൾ. ബൈ എൻഷുറിംഗ് സ്ട്രെയിറ്റ് അപ്രോച്ച് ത്രൂ ദ പോക്കറ്റ്. ബൈ എൻഷുറിംഗ് സ്ട്രെയിറ്റ് അപ്രോച്ച് ത്രൂ ദ പോക്കറ്റ്. ഈ പോക്കറ്റ്സിനകത്താണ് എന്ത് വരുന്നത്? സിൽറ്റ് ഡെപ്പോസിറ്റ് വരുന്നത്. സോ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി സ്കൗറിംഗ് ആക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഡിവൈഡ് വാൾ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഈ പോക്കറ്റിലൂടെ സ്ട്രെയിറ്റ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടാണ് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹെൽപ്സ് ഇൻ കോൺസെൻട്രേറ്റിംഗ് സ്കൗറിംഗ് ആക്ഷൻ ഓഫ് അണ്ടർസ് ലൂയിസ്. Helps in concentrating scouring action of Anders Lewis. Then next is it prevents cross current and flow parallel to wear. Prevents cross current and flow parallel to wear. ക്രോസ് കറൻസിനെയും വിയറിന് പാരലൽ ആയിട്ടുള്ള ഫ്ലോയെല്ലാം ഡിവൈഡ് വാൾ പ്രിവെന്റ് ചെയ്യുന്നു. Then the next function is the divide wall provides comparatively still pocket in front of canal head regulator. This helps in more silt deposit in the pocket and entry of comparatively clear water into the canal. So divide wall എന്ന് പറയുന്നത് ഒരു still pocket ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് in front of canal head regulator. Canal head regulatorന്റെ ഫ്രണ്ടിൽ ഒരു still pocket ആണ് divide wall പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഹെഡ് റെഗുലേറ്റർ കഴിഞ്ഞ് കനാലിലോട്ട് വരുന്ന വെള്ളം കമ്പാരിറ്റീവ്ലി ക്ലിയറും ആയിരിക്കും. അതുപോലെ ഈ പോക്കറ്റ് സ്റ്റിൽ പോക്കറ്റ് ഉള്ളത് കൊണ്ട് അതിനകത്ത് കൂടുതൽ സിൽറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. സോ ഈ സ്റ്റിൽ പോക്കറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് സ്റ്റിൽ പോക്കറ്റിനകത്ത് കൂടുതൽ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹെഡ് റെഗുലേറ്റർ കഴിഞ്ഞ് കനാലിലോട്ട് വരുന്ന വെള്ളത്തിനകത്തുള്ള സിൽറ്റിന്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അതായത് ഓൾമോസ്റ്റ് ക്ലിയർ വാട്ടർ ആയിരിക്കും ഹെഡ് റെഗുലേറ്റർ വഴി കനാലിലോട്ട് വരുന്നത്. സോ ദ ഡിവൈഡ് വാൾ പ്രൊവൈഡ്സ് കമ്പാരിറ്റീവ്ലി സ്റ്റിൽ പോക്കറ്റ്. Provides comparatively still pocket in front of canal head regulator. Canal head regulator ന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിൽ പോക്കറ്റ് ആയിട്ടാണ് ഡിവൈഡ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. So divide wall provides comparatively still pockets in front of canal head regulator. And the last function is it serves as a side wall of fish ladder. Side wall of fish ladder. Fish ladder ne oru side wall aayittu divide wall serve ചെയ്യും. സോ ഇത്രയുമാണ് ഡിവൈഡ് വാളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. ഡിവൈഡ് വാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എംബാങ്ക്മെന്റ് വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് ആൻഡ് ഡിവൈഡ് വാൾ ഇസ് ബിൽറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ റിവർ ആക്സിസ്. റിവർ ആക്സിസിന് റൈറ്റ് ആംഗിളിലാണ് ഡിവൈഡ് വാളിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സെപ്പറേറ്റ്സ് ദ വിയർ ആൻഡ് അണ്ടർസ് ലൂയിസ്. വിയറിനെയും അണ്ടർസ് ലൂയിസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇസ് separates the floor of Anders Lewis which is lower than that of the main weir.
മെയിൻ വിയറിനേക്കാളും താഴെ ഇരിക്കുന്ന അണ്ടർ സ്ലൂയിസിന്റെ ഫ്ലോറിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ ഡിവൈഡ് വാൾ സഹായിക്കുന്നു. Then divide wall helps in concentrating scouring action of under sluice for washing out silt deposited in the pocket by ensuring a straight approach through the pocket. Now the next function is it prevents the cross current and flow parallel to wear. Then divide wall provides comparatively still pockets in front of canal head regulator, side wall of comparatively clear water into canal head. അതായത് ഡിവൈഡ് വാൾ ഉണ്ടെങ്കിൽ ഇറ്റ് provides comparatively still pockets in front of canal head regulator and helps in more silt deposit in the pocket and entry of comparatively clear water into the canal. And the last function is divide wall serves as a side wall of fish ladder. Divide wall fish ladder ന്റെ side wall ആയിട്ട് serve ചെയ്യും. Next is fish ladder. Next component is fish ladder. Fish ladder എന്ന് പറഞ്ഞാൽ it is a structure which enables the fish to pass upstream. It is a structure which enables fish to pass upstream. ഫിഷിനെ അപ്സ്ട്രീമിലോട്ട് പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ അതാണ് ഫിഷ് ലാഡർ. So it is a device by which flow energy can be dissipated in such a manner as to provide smooth flow at sufficiently low velocity. Low velocity യിൽ smooth flow provide ചെയ്യാൻ വേണ്ടി ഫ്ലോ എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഡിവൈസ് അതാണ് ഫിഷ് ലാഡർ. So it is a device by which flow energy can be dissipated in such a manner as to provide smooth flow at sufficiently low velocity. So energy is dissipated എങ്ങനെ? To have smooth flow at low velocity. ചെറിയ വെലോസിറ്റിയിൽ സ്മൂത്ത് ഫ്ലോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫിഷ് ലാഡർ. ആൻഡ് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പ്രൊവൈഡിംഗ് നാരോ ഓപ്പണിംഗ് അഡ്ജസന്റ് ടു ഡിവൈഡ് വാൾ ആൻഡ് സൂട്ടബിൾ ബാഫിൾസ് ഓർ സ്ട്രാഗറിംഗ് ഡിവൈസസ് ഇൻ ഇറ്റ് സോ ആസ് ടു കൺട്രോൾ ഫ്ലോ വെലോസിറ്റി. സോ ഇത് എങ്ങനെയാണ് ഈ എനർജി ഡെസിപ്പേഷൻ എങ്ങനെയാണ് അത് നടക്കുന്നത്? there is a narrow opening adjacent to divide wall. Narrow opening adjacent to divide wall. Divide wall adjacent ആയിട്ട് ഒരു നാരോ ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫിഷ് ലാഡറിനകത്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ വരച്ചേക്കുന്നുണ്ടോ? അതിന് വിളിക്കുന്ന പേരാണ് ബാഫിൾസ്. ബാഫിൾസ് ഓർ സ്റ്റാഗറിംഗ് ഡിവൈസസ്. പിന്നെ baffles or staggering devices എന്തിനാണ്? to control flow velocity. ഫ്ലോ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാഗറിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ബാഫിൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So this is fish ladder. Fish ladder എന്ന് പറയുന്നത് it is a structure which enables the fish to pass upstream. റിവർ ഫ്ലോ ഇങ്ങനെയാണെങ്കിൽ താഴെ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലോട്ട് ഫിഷിനെ പാസ് ചെയ്യാൻ വേണ്ടി എനേബിൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. അത് എങ്ങനെയാണ് ആ ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനകത്ത് ഇറ്റ്സ് എ ഡിവൈസ് ബൈ വിച്ച് ഫ്ലോ എനർജി ക്യാൻ ബി ഡെസിപ്പേറ്റഡ്. ഈ വാട്ടർ ഫ്ലോയുടെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ്. എങ്ങനെ ഡെസിപ്പേറ്റ് ചെയ്യുന്നു? ഡെസിപ്പേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സ്മൂത്ത് ഫ്ലോ ഇസ് ഒബ്റ്റൈൻഡ് അറ്റ് ലോ വെലോസിറ്റി. ചെറിയ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് സ്മൂത്ത് ഫ്ലോ കിട്ടും. ചെറിയ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് സ്മൂത്ത് ഫ്ലോ കിട്ടും. ആൻഡ് ഇറ്റ് ഹാസ് എ നാരോ ഓപ്പണിംഗ് അഡ്ജസന്റ് ടു. അത് എങ്ങനെയാണ് എനർജി ഡെസിപ്പേഷൻ?
എനർജി ഡെസിപ്പേഷന് വേണ്ടി ഡിവൈഡ് വാളിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് അതിനകത്തൊരു നാരോ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോ വെലോസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ബാഫിൾസ് അല്ലെങ്കിൽ സ്റ്റാഗറിംഗ് ഡിവൈസസും പ്രൊവൈഡ് ചെയ്യുന്നു. ബാഫിൾസ് ഓർ staggering devices are provided. The next component is canal head regulator. Next is canal head regulator. ഈ ഇരിക്കുന്നതാണ് ഹെഡ് റെഗുലേറ്റർ. So canal head regulator is provided at the head of the off-taking canal. It is provided at head of off-taking റിവർ എന്ന് നമ്മൾ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് ഏത് കനാലിലോട്ടാണോ വരുന്നത് അതിനെയാണ് ഈ ഓഫ് ടേക്കിംഗ് കനാൽ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് യുവർ ഓഫ് ടേക്കിംഗ് കനാൽ. സോ അതിന്റെ ഹെഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ഇറ്റ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് വാട്ടർ ഇൻടു കനാൽ. റെഗുലേറ്റ്സ് supply of water into കനാലിലോട്ടുള്ള വാട്ടർ സപ്ലൈയെ റെഗുലേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് കൺട്രോൾസ് ദി എൻട്രി ഓഫ് സിൽറ്റ് ഇൻടു കനാൽ. കൺട്രോൾസ് സിൽറ്റ് എൻട്രി ഇൻടു കനാൽ. കനാലിലോട്ടുള്ള സിൽറ്റ് എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ third function is prevents the river floods from entering canal. Prevents river floods from entering canal. സോ ഇതൊക്കെയാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ. കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത് കനാലിന്റെ ഹെഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ്. അത് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? കനാലിന്റെ ഓഫ് ടേക്കിംഗ് കനാലിന്റെ ഹെഡിലാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് 3 ഫങ്ഷൻസ് ഉണ്ട്. among which the first function is to regulate the supply of water into canal. അതായത് കനാലിലോട്ട് വരുന്ന വാട്ടറിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമ്മൾ കനാൽ ഡിസൈൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജിനായിരിക്കും. സോ ആ ഡിസ്ചാർജ് പെർട്ടിക്കുലർ ഹെഡും ഡിസ്ചാർജും ഒക്കെ കാണും. അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. കനാലിലോട്ട് വരുന്ന വെള്ളം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ഡിസ്ചാർജിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് ടു കൺട്രോൾ ദി സിൽറ്റ് എൻട്രി ഇൻടു കനാൽ. കനാലിനകത്തോട്ട് വരുന്ന സിൽറ്റിന്റെ എൻട്രിയെ കൺട്രോൾ ചെയ്യണം. കാരണം കനാലിനകത്ത് നമുക്ക് ക്ലിയർ വാട്ടറിന്റെ ആവശ്യമേ ഉള്ളൂ. സിൽറ്റ് വന്നു കഴിഞ്ഞാൽ കനാലിന്റെ കപ്പാസിറ്റി സിൽറ്റ് നിറയുന്നത് കാരണം കുറയും. ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ ഇസ് ടു പ്രിവെന്റ് റിവർ ഫ്ലഡ്സ് ഫ്രം എൻറ്ററിങ് കനാൽ. അതായത് കനാലിന് ഒരു സൂട്ടബിൾ ഡിസൈൻ ഡിസ്ചാർജ് ഉണ്ട്. അത്രയും എമൗണ്ട് ഓഫ് വാട്ടറേ കനാലിൽ വരാം. റിവർ ഫ്ലഡ് എന്ന് പറയുമ്പോൾ എക്സസ് വാട്ടർ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കനാലിന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. റിവർ ഫ്ലഡ് എന്ന് പറയുമ്പോൾ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും. അത് കനാലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് കൂടും. സോ കനാലിലോട്ട് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ റിവർ ഫ്ലഡ് ഒന്നും വരാത്ത വിധം ഹെഡ് റെഗുലേറ്റർ അതിനെ തടയും. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് കനാൽ ഹെഡ് റെഗുലേറ്റർ. Next is scouring sluices or under sluices. Scouring sluices or under sluices. എന്താണെന്ന് നോക്കാം. Scouring sluices or under sluices. They maintain a deep channel in front of the head regulator
and dispose of heavy silts and a part of flood discharge on the downstream side of weir. I repeat, under sluices or scouring sluices, maintain a deep channel in front of the head regulator. Head regulator in the front or deep channel maintain cheyum. Are maintain cheyunu? Scouring sluices അല്ലെങ്കിൽ under sluices. Scouring sluice or under sluices maintain a deep channel in front of the head regulator. Head regulator ന്റെ മുന്നിലായിട്ട് ഒരു deep channel maintain ചെയ്യും. എന്നിട്ട് ഹെവി സിൽറ്റിനെ എല്ലാം അവിടെ ഡിസ്പോസ് ഓഫ് ചെയ്യും. ഹെവി സിൽറ്റിനെ എല്ലാം ഡിസ്പോസ് ഓഫ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഫ്ലഡ് ഡിസ്ചാർജ് ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് വിയർ. ഹെവി സിൽറ്റിനെ ഡിസ്പോസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ റിവറിന്റെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫ്ലഡ് ഡിസ്ചാർജിന്റെ ഒരു ഭാഗത്തിനെ എന്ത് ചെയ്യുന്നു? ഡിസ്പോസ് ഓഫ് ചെയ്യും. അതാണ് സ്കൗറിംഗ് സ്ലൂയിസ് ഓർ അണ്ടർ സ്ലൂയിസ്. They maintain a deep channel in front of head regulator. In front of head regulator. Head regulator ന്റെ മുന്നിൽ ഒരു deep channel maintain ചെയ്യുന്നു. പിന്നെ dispose of heavy cells and flood discharge part of flood discharge downstream of weir. ഇനി നമുക്ക് സ്കൗറിംഗ് സ്ലൂയിസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസിലെ ഫസ്റ്റ് വൺ ഇസ് ടു പ്രിസർവ് they preserve a clear and defined river channel approaching the regulator. Preserve and define a clear river channel approaching regulator. അതായത് കനാൽ ഹെഡ് റെഗുലേറ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന റിവർ ചാനൽ ക്ലിയർ ആൻഡ് റിവർ ഡിഫൈൻഡ് റിവർ ചാനലിനെ അണ്ടർ സ്ലൂയിസസ് പ്രിസർവ് ചെയ്യുന്നു. കനാൽ ഹെഡ് റെഗുലേറ്ററിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന റിവർ ചാനലിനെ പ്രിസർവ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇപ്പൊ നമ്മൾ അണ്ടർ സ്ലൂയിസസ് കൊടുക്കുന്നുണ്ട്, സിൽറ്റിനെ റിമൂവ് ചെയ്യുന്നു, വിയറിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ഒരു പാർട്ട് ഓഫ് ഫ്ലഡും റിമൂവ് ചെയ്യുന്നത് കാരണം ഹെഡ് റെഗുലേറ്ററിലോട്ട് ചെന്നെത്താൻ ഒരു ക്ലിയർ ഡിഫൈൻഡ് റിവർ ചാനലും ഉണ്ട്. ആ റിവർ ചാനലിനെ അണ്ടർ സ്ലൂയിസസ് പ്രിസർവ് ചെയ്യുന്നു. അതാണ് അതിന്റെ അർത്ഥം. അതായത് അണ്ടർ സ്ലൂയിസസ് ഉള്ളപ്പോൾ എന്താണ്, ഹെവി സിൽറ്റും പാർട്ട് ഓഫ് ഫ്ലഡിനെയും ഡിസ്പോസ് ചെയ്യുന്നു. ഒരു ഡീപ്പ് ചാനൽ റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ക്ലിയർലി ഡിഫൈൻഡ് റിവർ ചാനൽ കിട്ടുന്നു ഹെഡ് റെഗുലേറ്ററിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ റിവർ ചാനലിനെ അണ്ടർ സ്ലൂയിസ് പ്രിസർവ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യും. Now they control silt entry into canal. Control silt entry into canal. കനാലിലോട്ടുള്ള silt entryയെ കൺട്രോൾ ചെയ്യുന്നു. Third function is they scour the silt deposited in the riverbed above approach channel. എന്താണ് പറയുന്നത്? They scour the silt deposited in the riverbed above approach channel. River bedile approach channel മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിൽറ്റിനെ സ്കൗർ ചെയ്യും. So scour silt deposited in the river bed above approach channel.
Next is they pass the low floods without dropping shutter of main weir, the raising of which entails good deal of labor and time. ഈ വിയറിന്റെ ഷട്ടർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കുറെ ലേബറും ടൈമും ഒക്കെ വേണം. സോ വിയറിന്റെ ഷട്ടർ റേസ് ചെയ്യുന്നതിന് ടൈമും വേണം, ലേബറും വേണം. സോ വിയറിന്റെ ഷട്ടർ ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ലോ ഫ്ലഡിനെയൊക്കെ പാസ് ചെയ്യാൻ സഹായിക്കും. അണ്ടേഴ്സ് ലൂയിസസ് ദേ പാസ് ദ ലോ ഫ്ലഡ്സ് വിത്തൗട്ട് ഡ്രോപ്പിംഗ് ഷട്ടർ ഓഫ് ദ മെയിൻ വിയർ. മെയിൻ വിയർ ഷട്ടർ ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ലോ ഫ്ലഡ്സിനെയൊക്കെ പാസ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ വിയറിന്റെ ഷട്ടർ പൊക്കുന്നതെന്ന് പറയുന്നതിന് കുറച്ച് ലേബറും വേണം, സമയവും വേണം. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നെക്സ്റ്റ് ഇസ് ദേ പ്രൊവൈഡ് ഗ്രേറ്റർ വാട്ടർവേ ഫോർ ഫ്ലഡ്സ്, ദസ് ലോവറിംഗ് ഫ്ലഡ് ലെവൽസ്. ഗ്രേറ്റർ വാട്ടർവേ ഫോർ ഫ്ലഡ്സ്, ഫ്ലഡ്സിന് കൂടുതൽ വാട്ടർവേ പ്രൊവൈഡ് ചെയ്യുന്നു. ദസ് ലോവറിംഗ് ഫ്ലഡ് ലെവൽസ്. ഫ്ലഡിന് വേണ്ടി കൂടുതൽ വാട്ടർവേ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫ്ലഡ് ലെവൽ ലോവർ ആവും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ദേ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ഫെയർ amount of receding flood so as to secure full storage. They help in improving fair amount of receding flood. റിസീഡിംഗ് ഫ്ലഡ്സിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ അണ്ടേഴ്സ് ലൂയിസസ് സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റോറേജ് സെക്യൂർ ചെയ്യാൻ പറ്റും. അതായത് റിസീഡിംഗ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലഡ് കുറയുന്നൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഈ കുറഞ്ഞു വരുന്ന ഫ്ലഡിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുമ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴും ഫുൾ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. So these are the functions of scouring sluices or under sluices. Now the last component is our river training works. Last component is river training works. നിങ്ങൾ river training works WRE ൽ പഠിച്ചിട്ടുണ്ട്. അതിന് പല types of river training works പഠിച്ചിട്ടുണ്ട്. ഫിഗറിൽ കണ്ടതാണ് നിങ്ങൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ആയിട്ട് ഗൈഡ് ബാങ്ക്സും മാർജിനൽ ബൺസും ഒക്കെ കണ്ടതാണ്. സോ എന്താണ് റിവർ ട്രെയിനിങ് വർക്ക്സ്? റിവർ ട്രെയിനിങ് വർക്ക്സ് എന്തിനാണ് ഇവിടെ ആവശ്യം? River training works are required near the weir site in order to ensure smooth and axial flow of water and thus to prevent water from outflanking the works due to change in its course. So എന്തിനാണ് river training works? It is എവിടെയാണ് ആവശ്യം? River training works are required near the weir site. Required near വിയർ സൈറ്റ്. വിയർ സൈറ്റിന് അടുത്തായിട്ടാണ് റിവർ ട്രെയിനിങ് വർക്ക്സിന്റെ ആവശ്യം. എന്താണ് അതിന്റെ ആവശ്യം? ടു എൻഷുർ സ്മൂത്ത് ആൻഡ് ആക്സിയൽ ഫ്ലോ ഓഫ് വാട്ടർ. ടു എൻഷുർ സ്മൂത്ത് ആൻഡ് ആക്സിയൽ ഫ്ലോ ഓഫ് സ്മൂത്തും ആക്സിയൽ ഫ്ലോ ഓഫ് വാട്ടറും എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് റിവർ ട്രെയിനിങ് വർക്ക്സിന്റെ ആവശ്യം. പിന്നെ ഒരാവശ്യം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് വി ഹാവ് ടു പ്രിവെന്റ് ദ വാട്ടർ ഫ്രം ഔട്ട്ഫ്ലാങ്കിങ് ദ വർക്ക് ഡ്യൂ ടു ചേഞ്ച് ഇൻ കോഴ്സ്. പ്രിവെന്റ് റിവർ ഫ്രം ഔട്ട്ഫ്ലാങ്കിങ് ദ. ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിലൂടെ റിവറിന് ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് ഉണ്ട്. സോ അതിൽ നിന്നും ആ വർക്കിൽ നിന്നും ഔട്ട് ഫ്ലാങ്ക് ചെയ്യാതിരിക്കുക. കാരണം റിവറിന്റെ കോഴ്സ് മാറുമ്പോൾ ഈ വർക്കിനകത്തൂടെ പോകുന്ന റിവർ ഔട്ട് ഫ്ലാങ്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിൽ നിന്നും റിവറിനെ പ്രിവെന്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് യൂസ് ചെയ്യുന്നത്. കെനാൽ ഹെഡ് വർക്കിൽ വേണ്ട റിവർ ട്രെയിനിങ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗൈഡ് ബാങ്ക്സ്, മാർജിനൽ ബൺസ്, സ്പേഴ്സ് ഓർ ഗ്രോയിൻസ്.
guide banks, marginal bunds, then spurs or groins. So ഇത്രയും റിവർ ട്രെയിനിങ് വർക്ക്സിന്റെ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഗൈഡ് ബാങ്ക്സ്, മാർജിനൽ ബൺസ്, spurs or groins. These are the river training works required. So diversion head workന്റെ ഫിഗർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ ഓരോ കമ്പോണൻസ് എവിടെയാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കണം.